രസമുണ്ടോ? രസമുണ്ടോ? ഹായ് ഹലോ, ഇതെന്താണെന്ന് മനസ്സിലായ? ഇതാണ് ചക്ക വരട്ടി. ചക്ക കൂടുതൽ കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചക്ക വരട്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിനെ. 2-3 പാത്രത്തിലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിനെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ളത് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം വെറുതെ കോരി തിന്നും, ഞാനായാലും പിള്ളേരായാലും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങൾ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ആക്കും. അപ്പോൾ അങ്ങനെയാണ് അത് തീർന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ ഐറ്റത്തിന് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒന്നാമത് ഈ ചക്ക വരട്ടി തന്നെ ശർക്കരയും ഏലക്കായും നെയ്യും എല്ലാം ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗോതമ്പ് പൊടി എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഗോതമ്പ് പൊടിയും ഈ ചക്ക വരട്ടിയും പിന്നെ തേങ്ങാക്കൊത്തും മാത്രം ഇട്ടാൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും നട്ട്സ് വീട്ടിലുള്ളവർ ഉണ്ടെങ്കിൽ അതും ഇടുക. എന്നാൽ പിന്നെ കടിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ മിക്സാക്കിയിട്ട് വട്ടയപ്പം പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനെപ്പം ചക്ക അടയാണ് ഉണ്ടാക്കൽ. ചക്ക അടയും ഇതേപോലെ ഇത്രയും ലൂസായിട്ട് മിക്സ് ആക്കണ്ട, കുറച്ച് കട്ടി കുറച്ചിട്ട് മിക്സ് ആക്കിയിട്ട് വാഴയിലയിൽ മടക്കി വെച്ചാൽ ചക്ക അടയാവും. ഇതിപ്പം ഞാൻ വിചാരിക്കുന്ന വട്ടയപ്പം. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഈ ലൂസ് മിക്സ് ചെയ്ത ഈ ബാറ്റർ ഒഴിച്ചാൽ നമുക്ക് ആവിക്ക് വേവിച്ച് എടുത്താൽ നല്ല രീതിയിൽ നല്ല കട്ട് ചെയ്തെടുത്താൽ പിള്ളേർ കേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ചെയ്യലാണ് കേട്ടോ. പറഞ്ഞ് പേടി എത്തിപ്പോയി. അപ്പോൾ ഈ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ മോളാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊടുത്തു നോക്കാം കേട്ടോ. ചക്കയപ്പം രസമുണ്ടോ? രസമുണ്ടോ? അമ്മമ്മ രസമുണ്ടെങ്കിൽ രസമുണ്ട് പറയും, ഇല്ലെങ്കിൽ ഇല്ല പറയാം കേട്ടോ. ഉള്ളത് അമ്മമ്മ പറഞ്ഞു. അമ്മമ്മ അത് നല്ല സ്റ്റൈലിൽ കാണാൻ അല്ല